ഹായ് എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് 3 പില്ലേഴ്സ് ഓഫ് റിലേഷൻഷിപ്പാണ്. അതായത് നമ്മുടെ റിലേഷൻഷിപ്പിലെ തൂണുകൾ എന്ന് പറയാൻ പറ്റുന്ന അതിന് മാത്രം അനുയോജ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. സോ നിങ്ങൾക്കിടയിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പില്ലർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊന്നും നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. സോ ഈ പറയുന്ന 3 കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണം. അത് ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ, ഇൻറ്റിമസി, കമ്മിറ്റ്മെൻ്റ് ആണ്. അതായത് പാഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ റിലേഷൻഷിപ്പിനോട് വല്ലാത്തൊരു പാഷൻ ഉണ്ടായിരിക്കണം. ഈ റിലേഷൻഷിപ്പാണ് എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഒരു ലക്ഷ്യം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. ഇതിനെ നിങ്ങളുടെ പാഷനായിട്ട് എടുക്കുക. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻറ്റിമസിയാണ്. അത് നിങ്ങൾക്കിടയിൽ ഒരു ഇമോഷണൽ, ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടായിരിക്കണം. ഈ ഒരു മനസ്സ് തമ്മിലുള്ള ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ രീതിയിൽ നിങ്ങൾക്ക് മാനസികമായ അടുപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. സ്റ്റാർട്ടിങ്ങുള്ള സ്നേഹം ലൈഫ് ലോങ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകുന്നതായിരിക്കരുത് ആ ഒരു ഇൻറ്റിമസി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ്. അതായത് ഇയാളാണ് എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ ഇയാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത്, ഇയാളുടെ കൂടെ ഞാൻ ജീവിക്കുള്ളൂ എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഇതാണ് ഈ 3 പില്ലേഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാഷനും കമ്മിറ്റ്മെൻറ്റും മാത്രമാണ് ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത്. അതായത് നിങ്ങൾക്കിടയിൽ പാഷനും കമ്മിറ്റ്മെൻറ്റും മാത്രമാണ് ഉള്ളത്. ഇൻറ്റിമസി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു കപ്പിളായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കിടയിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയില്ല. സോ നിങ്ങൾക്ക് ഫ്രണ്ട്സ് മാത്രമായിട്ടാണ് ഇരിക്കാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇൻറ്റിമസിയും കമ്മിറ്റ്മെൻറ്റും മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കിടയിലുള്ളത് ജസ്റ്റ് ഒരു ലെസ്റ്റ് മാത്രമാണ് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഒരിക്കലും ഫ്രണ്ട്സ് ആയിട്ടോ കമ്പാനിയനായിട്ടോ ഇരിക്കാനായിട്ട് കഴിയില്ല. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ളത് പാഷനും ഇൻറ്റിമസിയും മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് കപ്പിളായിരിക്കാം, പക്ഷേ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളൊരു കുറവ് കൊണ്ട് തന്നെ ഒരുപാട് കാലം അത് നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പെട്ടെന്ന് തന്നെ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ 3 കാര്യങ്ങളും, അതായത് പാഷൻ, ഇൻറ്റിമസി, കമ്മിറ്റ്മെന്റ്, ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആണ്. അതായത് ലൈഫ് ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 3 പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റിമസി, പാഷൻ, കമ്മിറ്റ്മെന്റ് ആണ്. ഇത് 3ഉം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് വേണ്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൽ വളരെ ചെറിയൊരു കാര്യം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ തന്നെ വലിയൊരു കാര്യമുണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പ് നിലനിന്ന് പോകാൻ വേണ്ട വലിയൊരു കാര്യം തന്നെ പറയുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്